നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കുഷ്ഠരോഗ സൗഖ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവന് ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ല ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിനോട് സമീപിച്ച സമയത്ത് ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ കുഷ്ഠരോഗികളായ 10 പേര് യേശുവിന് എതിർപ്പെട്ടു. അവർ പറയുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണം. ഈ കുഷ്ഠരോഗിയുടെ കാര്യം പഠിച്ചാൽ, കുഷ്ഠരോഗം ഉണ്ടാകുമ്പോൾ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കും, സഭയിൽ നിന്നും പുറത്താക്കും. അവര് തല മൂടാതിരിക്കണം, അധരം മൂടണം, കീറിയ വസ്ത്രം ധരിക്കണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, പട്ടണത്തിൽ നിന്നും പ്രവേശിക്കരുത്, ജനവാസമില്ലാത്ത, അതായത് പാളയത്തിന് പുറത്ത്, നഗരത്തിന് പുറത്തൊക്കെ വേണം അവര് പാർക്കാൻ. ആളുകൾ വല്ലതും വലിച്ചെറിയുന്നത് കഴിക്കുക, ചികിത്സയില്ല, പിന്നെ ഏതെങ്കിലും വഴിയരികിൽ എവിടെങ്കിലും കിടക്കുക. അങ്ങനെ കുറേ ദിവസം കൊണ്ട് അവര് മരിക്കാനിടയാകും. ആരുമില്ലാതെ അവര് മരിക്കാനിടയാകും. പക്ഷെ ഇവര് 10 പേര് ഒത്തുകൂടി. കാരണം യേശു ചില കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്ത കാര്യം അവർ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർ യഹൂദന്മാരായതുകൊണ്ട് ബൈബിളിലെ പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനാകുമ്പോൾ കുഷ്ഠരോഗത്തിന് സൗഖ്യം ഉണ്ടാകും. അതായത് ഉടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും, കുരുടന്റെ കണ്ണ് തുറക്കും, ചെകിടന്റെ ചെവി കേൾക്കാനിടയാകും, ഊമന്റെ നാവ് സംസാരിക്കാനിടയാകും എന്നൊക്കെയാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായം, 32-ാം അധ്യായം, 35-ാം അധ്യായം ഇവിടെയൊക്കെ എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ നടക്കാൻ വയ്യാതെ വരിക, കരങ്ങൾ പ്രവർത്തിക്കാൻ വയ്യാതെ വരിക, കണ്ണ് കാണാതെ വരിക, ചെവി കേൾക്കാതെ വരിക, നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ വരിക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ അത് കുഷ്ഠരോഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഷ്ഠരോഗികൾക്ക് സൗഖ്യമുണ്ടാകും എന്നുള്ള ഒരു ആശയം പഴയ നിയമത്തിലുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 53-ലും സകല രോഗങ്ങളെയും അവൻ വഹിച്ചു എന്നൊക്കെ വാക്യമുണ്ട്. ദൈവരാജ്യത്തിൽ അത് പൂർണ്ണമായി നിറവേറും. എന്നാൽ ദൈവം മനുഷ്യനാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതുണ്ടാകും എന്ന് അവര് കേട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ പറയുന്നു ദൈവം മനുഷ്യനായതാണ് യേശു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ യേശു നമ്മുടെ അടുത്തേക്ക് എന്നെങ്കിലും വരാനിടയായാൽ നമുക്ക് പറയണം, യേശു നായക, കരുണയുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങൾക്ക് കുഷ്ഠരോഗ സൗഖ്യം തന്നാൽ അങ്ങ് ഞങ്ങളുടെ നായകനായിരിക്കും, അങ്ങയുടെ ശിഷ്യന്മാരോട് കൂടെ ഞങ്ങളും ഉണ്ടായിരിക്കും, അത് നമുക്ക് പറയണം എന്ന് അവര് പറഞ്ഞൊത്തു. ഹൃദയങ്ങളെ അറിയുന്ന സർവജ്ഞാനിയായ കർത്താവ് അത് മനസ്സിലാക്കി അവരായിരുന്ന ആ ഊടുവഴിയിലേക്ക് ചെല്ലുവാൻ ഇടയായി. അവർ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, യേശു നായക, കരുണയുണ്ടാകണം. യേശു പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാം. അപ്പോൾ അവർ കേട്ടിട്ടുണ്ട്, കാനാവിലെ വീട്ടിൽ വെള്ളം കോരാൻ പറഞ്ഞു, കോരി ഇപ്പം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അത് സംഭവിച്ചു. പിന്നെ ഒരു ശതാധിപൻ വന്നു, എൻ്റെ മകന് സൗഖ്യം വേണമെന്ന് പറഞ്ഞു, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ വാക്കിന് ആ സൗഖ്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ അവർ കേട്ടറിഞ്ഞിട്ടിരുന്നത് കൊണ്ട് ഈ നിലയിൽ ഞങ്ങൾ എങ്ങനെ പുരോഹിതൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്നൊന്നും അവർ സംശയം പറഞ്ഞില്ല. അവർ പുരോഹിതൻ്റെ അടുത്തേക്ക് ഓടി.
പക്ഷെ പോയ വഴിക്ക് അവർ ശുദ്ധരായി. അപ്പോൾ അതിലൊരുത്തൻ ശമര്യക്കാരനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പുരോഹിതന്റെ അടുത്തേക്ക് വരുന്നില്ല, കാരണം നമ്മൾ യേശുവിനോട് പറഞ്ഞത് സൗഖ്യം പ്രാപിച്ചാൽ നീ നായകനായിരിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ പുരോഹിതന്മാരുടെ അടുത്തേക്ക് എന്തിനു പോകണം? സൗഖ്യം പ്രാപിച്ച കാര്യം നമുക്ക് യേശുവിനോടല്ലേ ആദ്യം പറയേണ്ടത്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പോകാം. അവർ പറഞ്ഞു, യേശു പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകാം. എന്തിനാ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുന്നത്? നിങ്ങൾക്കിനി വീടുകളിലേക്ക് പോകാം, ഭർത്താവായി ജീവിക്കാം, അപ്പനായിട്ട് ജീവിക്കാം, സഹോദരനായിട്ട് ജീവിക്കാം, പള്ളിയിലെ ഒരംഗമായി നിങ്ങൾക്ക് ജീവിക്കാം എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ വീട്ടിലേക്കാണ് പിന്നെ പോകുന്നത്. പക്ഷേ ആദ്യം പറഞ്ഞ വാക്കിൽ ഈ ശമര്യക്കാരൻ ഉറച്ചു നിന്നു. അവൻ പറഞ്ഞു, സൗഖ്യം ലഭിച്ചാൽ അങ്ങ് നായകനായിരിക്കുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ അടുത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു നടന്നു. തിരിച്ചു നടക്കുകയല്ല, അവൻ ഓടി. വന്ന വഴിക്ക് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അവൻ വരുന്നത്. യേശുവേ സൗഖ്യം കിട്ടിയേ, ദൈവമായ യേശുവേ സൗഖ്യം കിട്ടിയേ എന്നും പറഞ്ഞാണ് അവൻ വരുന്നത്. യേശുവിൻ്റെ കാൽക്കൽ പിന്നെ യേശുവിന് നന്ദി പറഞ്ഞു. അപ്പൊ യേശു പറയുകയാണ്, ഈ അന്യജാതിക്കാരനല്ല ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആരും വന്നില്ലല്ലോ. അപ്പൊ യേശു പറയുകയാണ്, ഞാനാണ് ദൈവം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ ലൂക്കോസ് 17 ഒന്ന് വായിച്ചു നോക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയും. 10 പേർ ശുദ്ധരായില്ലേ? 9 പേര് എവിടെ? അവർ വന്നില്ലല്ലോ. ഈ അന്യജാതിക്കാരനല്ലാതെ ആരും വന്നില്ലല്ലോ. യേശുവിനോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മരക്ഷയുടെ കാര്യമാണ്. നിനക്ക് ശാരീരികമായ രക്ഷ കിട്ടി, കുഷ്ഠരോഗ സൗഖ്യം കിട്ടി, നീ എന്നെ വിശ്വസിച്ചതിനാൽ, ദൈവമായി വിശ്വസിച്ചതിനാൽ, നീ എന്നെ അനുസരിക്കാൻ ആരാധിക്കാൻ തയ്യാറായതിനാൽ നിനക്ക് ആത്മരക്ഷയും കിട്ടിയിരിക്കുന്നു. മറ്റേ ആളുകൾ മുടന്ന് നടന്നവരാണ്. കണ്ണിന് കാഴ്ച കുറവായിരുന്നു, കാതിന് കേൾവി കുറവായിരുന്നു, സംസാരശേഷി കുറവായിരുന്നു, ദരിദ്രരായിരുന്നു. പക്ഷേ അവർക്ക് സൗഖ്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്. ദൈവമായ യേശു അത് ചെയ്യും. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കുന്ന ദൈവമാണ് യേശു. അതുകൊണ്ട് അവർക്ക് സൗഖ്യം കിട്ടി, പക്ഷേ അവർക്ക് സ്വർഗം കിട്ടിയില്ല. യേശുവിനെ വിശ്വസിച്ചനുസരിച്ച് ആരാധിക്കുവാൻ അവർ തയ്യാറായില്ല. അവർക്ക് സൗഖ്യം മതിയായിരുന്നു, അത് കിട്ടി, പക്ഷേ അവർ പോകുന്നത് നരകത്തിലേക്കാണ്. നിർഭാഗ്യവാന്മാർ. എന്നാൽ ഈ മനുഷ്യൻ ബുദ്ധിയോടുകൂടെ പെരുമാറി, ഭക്തിയോടുകൂടെ പെരുമാറി. അവൻ ആദ്യം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ നന്ദി പറഞ്ഞു. വെൽ ഡൺ, അവൻ ഏറ്റവും നല്ലത് ചെയ്തു എന്ന് യേശു ജനം കേൾക്കെ പറഞ്ഞു. ദൈവമായി എന്നെ ആരാധിക്കാനോ വന്നല്ലോ എന്ന് പറഞ്ഞ് അവനെ അനുമോദിച്ചു. അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവന് ശാരീരിക രക്ഷ കിട്ടി, ആത്മരക്ഷ കിട്ടി, കുടുംബജീവിതം കിട്ടി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതെല്ലാം അവൻ തരും. അവൻ ദൈവമാണ്, സത്യദൈവമാണ്, കൃപയുള്ള മനസ്സലിയുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഈ തിരിച്ചറിവ് പ്രാപിപ്പാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.